100 പേരെങ്കിൽ 100 പേര് എൻ്റെ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഒത്തിരി ഇത് കേൾക്കുന്നത്, അവർ പലർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സന്തോഷം. ഇതെല്ലാം പൂർണ്ണമല്ല ഞാൻ പറയുന്നത്, ഇതെൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളിൽ അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ സന്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞു. എനിക്ക് നിങ്ങൾക്കും ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം ഇതാ ഇപ്പോൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി ക്ലിയറായി റെഡിയായാൽ മതി. 4ാമത്തെ പുസ്തകവുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച പെട്ടെന്ന് തന്നെ വരാം. 4ാമത്തെ പുസ്തകം വീണ്ടുമുള്ള കാഴ്ചകളും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളുമാണ്. ഇപ്പോൾ ഈ 3 പുസ്തകങ്ങൾ നമുക്കുള്ള കാര്യങ്ങൾ, ഇത് ഈ 7 സഭകളെ അങ്ങ് വിട്ടേക്കുക. നമ്മൾ ആ 7 സഭയിലെ ആളല്ല. നമുക്ക് 7 സഭകളിലും നമ്മളിൽ ആർക്കൊക്കെ ഇത് ബാധിക്കുമെന്നും ബോധിക്കുമെന്നും വായനയിലൂടെയും ധ്യാനത്തിലൂടെയും നമുക്ക് ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് വരുന്ന ആഴ്ചയിൽ 4ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ദൈവം കർത്താവ് നിങ്ങളെ വളരെ സമൃദ്ധമായിട്ട് അതിനുവേണ്ടി ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടും ക്ഷേമത്തോടും വിശുദ്ധിയോടും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അവൻ്റെ നാമത്തിൽ നമുക്ക് ഇരിക്കാം. കർത്താവ് രണ്ടാമത്തെ അവർ വന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച 4ാമത്തെ അധ്യായം കാണാം. ദൈവം സമൃദ്ധമായി എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.